കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് കീഴിലുള്ള തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിൽ ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുമേഷ് KV സ്വാഗതവും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അജിത P അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് പ്രൊഫസർ ഡോക്ടർ വനജ T ഉദ്ഘാടനം ചെയ്തു. നാട്ടുമരുന്നാചാര്യൻ കുന്നത്ത് നാരായൺ വൈദ്യർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. പ്രകൃതിയോടിണങ്ങിയ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചും പ്രകൃത്യാധിഷ്ഠിതമായ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ക്ലാസിൽ വിശദീകരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഉച്ചഭക്ഷണമായി കർക്കിടകക്കഞ്ഞിയും പത്തില തോരനും വിതരണം ചെയ്തു. ശ്രീ നിത്യാനന്ദ ആയുർവേദ കേരളം സംസ്ഥാന പ്രസിഡന്റ് K ജയദേവ് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. അസോസിയേറ്റ് പ്രൊഫസർ രതീഷ് PK, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് ഗീത M എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി രാജേഷ് CV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലിക്കോട്. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.